ഹായ് ഹലോ, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള ന്യൂസ് പേപ്പർ ആയിട്ടാണ് കേട്ടോ. ന്യൂസ് പേപ്പർ മാത്രമല്ല, ദേ നമ്മുടെ വാഴയിലയും ഉണ്ട്. വാഴയില ഇട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? അതെ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊതിച്ചോറാണേ. അപ്പോൾ അതെ, എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊതിച്ചോറ് തിന്നാൻ തോന്നും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഞാൻ വാഴയിലയിലേക്ക് ചോറിട്ടു, അതിലേക്ക് ചമ്മന്തി ഉണ്ട് കേട്ടോ. ചമ്മന്തിയും ചോറും മാത്രമല്ല കേട്ടോ, അതേ നമ്മുടെ കണവർ റോസ്റ്റും ഉണ്ടേ. അങ്ങനെ എന്തേ കണവർ റോസ്റ്റും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ടേ. ചോറിന് വേറെ കറികളൊന്നും വേണ്ടി വരില്ല, ഈ കണവർ റോസ്റ്റ് മാത്രം മതി. എന്നാലും ഒരു പൊതിച്ചോറാകുമ്പോൾ വേറെ വല്ലതും കൂടി വേണ്ടേ. അങ്ങനെ നമ്മുടെ ചോറിലേക്ക് ഞാൻ ഈ ചക്കപ്പാട വിഴുക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ പാട വിഴുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമ്മുടെ മെയിൻ ഐറ്റമാണ് കേട്ടോ നമ്മുടെ മുട്ട ഇല്ലാണ്ട് എന്ത് പൊതിച്ചോറാണല്ലേ. അപ്പം ഞാൻ ഈ മുട്ട ഒരു വാഴയിലയിലോട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതും വാട്ടിയതാണ്. സാധാരണ മുട്ട ചോറിൽ വെക്കുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ ചോറ് പൊതിഞ്ഞെടുക്കുന്നുണ്ടേ. ഇനി എൻ്റെ ചോറ് പൊതിഞ്ഞതിന് ശേഷം ഞാൻ ഇനി പൊതിയുന്നത് നമ്മുടെ പാത്തൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാനും അവളും കൂടി തമ്മിൽ അടിയാവും. അങ്ങനെ നമുക്ക് ചോറിട്ടു. അതിലേക്ക് ചമ്മന്തിയും വെച്ച് കൊടുത്തു. പിന്നെ കണവ റോസ്റ്റിൽ നിന്ന് കണവ മാത്രം സെപ്പറേറ്റ് ആയിട്ട് മൂക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നത് ചക്കപ്പാടയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ പൊതിച്ചോറിൻ്റെ ഒരു കുറവെന്ന് പറയുന്ന അച്ചാറാണ് കേട്ടോ. അച്ചാറില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെക്കാണ്ടിരുന്നത്. പിന്നെ ഞാൻ അവൾക്ക് ഒരു മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ പൊതിച്ചോറിലുള്ളത്. അപ്പോൾ ഇതുപോലെ കൊതി തോന്നുമ്പോൾ എന്നെപ്പോലെ പൊതിച്ചോറ് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ 2 പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നേരത്തെയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. ഇത് ഇനി ഉച്ചയാകുമ്പോൾ കഴിക്കണം. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയും നേരം കണ്ടതിന് എല്ലാവരോടും നന്ദി.